സമസ്തന്റെ മുഖ്ലിസായ ദായിയായിരുന്നു. സമസ്തന്റെ കൂടി ജീവിതത്തിന്റെ മുഖമുദ്രയായിരുന്നു. ദർസിന്റെ ഇടയിൽ സമസ്തയുടെ മീറ്റിംഗിന് ഓടിപ്പോയി പങ്കെടുത്തിരുന്ന ആളായിരുന്നു. സദസ്സിലൊക്കെ ആദാബ് കീപ്പ് ചെയ്തിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് റഫീഖ് അൻവരി, പന്താവൂരുകാരൻ. നിങ്ങളൊക്കെ പല ആളുകൾ അറിയുന്നു. അദ്ദേഹം വഫാത്തായത് പെടുന്നനെയാണ്, രോഗത്ത് കിടന്ന് മരിച്ച ആളല്ല. പക്ഷേ മരിക്കണേന്റെ ഒരാഴ്ച മുമ്പ് അദ്ദേഹം മുത്താലിമീങ്ങളോടൊക്കെ പറയണം, ഒതുടുക്കാതെ ആരും കണ്ട് കയറും, പിന്നെ കടുപ്പം കൂടാണ്, അത്ര തേക്കാതെ ആരും കണ്ട് കയറും. അത് നേരത്തെ ഇല്ല, പുതിയ തുടങ്ങിയത്. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ഉസ്താദെ എന്തെപ്പത് ഒതുടുക്കാതെ കയറരുത്, അത്ര തേക്കാതെ കയറരുത് എന്നൊക്കെ പറയണെന്ന് വെച്ചു. ഇപ്പൊ റഫീഖ് അൻവരി മരിക്കണേന് 4 ദിവസം മുമ്പ് പറഞ്ഞെന്താരോ, ഞാൻ എന്റെ റൂമിൽ റസൂലുള്ളാന്റെ സാന്നിധ്യം എപ്പോഴും കാണുന്നുണ്ട്, അതുകൊണ്ട് ഒതുല്ലാതെ കൊണ്ട് കയറണ്ട. അത് പറഞ്ഞ് 3-ാം ദിവസം മരിച്ചു. ആര്? സമസ്തയുടെ മുഖ്ലിസായ ദാഴി. നമ്മൾ എന്തിനായി ഓടി വരുന്നത്, ഈ നേതാക്കളെ പിന്നാലെ നടക്കണതറിയോ? അങ്ങനെ ഒരു മരണം കിട്ടാൻ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്കപ്പോ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ തോന്നി, ആ റഫീഖ് അൻവരി പന്താവൂര് ഞാനായ മതിയായിരുന്നു, ഞാൻ വാണിനൊരു ജലീർ റഹ്മാനി ആയി പോയല്ലോ. നമ്മളെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹുദിനേക്കാളും സന്തോഷമുള്ള മരണം നമുക്ക് ആക്കി തരും. പക്ഷെ കേൾക്കുമ്പോ നമുക്കൊരു അനിയന്ത്രിതമായ തോന്നലുണ്ടാവുമല്ലോ. കണ്ടോ നിങ്ങൾ ഒതുടുക്കാതെ കണ്ട് കയറണ്ട. അവിടെ ഹബീബിന്റെ സ്മെല്ലുണ്ട്, സുഗന്ധമുണ്ട്, ഇവിടെ സാന്നിധ്യമുണ്ട്, അവിടെ ഒതുടുക്കാതെ കണ്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് മഹാനായ ഒരു ദാഇ, അല്ലാഹു അദ്ദേഹത്തിന് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, അദ്ദേഹത്തിന് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്.